എന്താ അമ്മായി? എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിനാണോ ഈ കിടന്ന് വിളിക്കുന്നേ? ഞാനിവിടെ മുള്ളിന്റെ പുറത്ത് ചവിട്ടി നിൽക്കുവാ. അതെ, നീ മാത്രമല്ല, ഞാനും ഇവിടെ മുള്ളിന്റെ പുറത്ത് തന്നെയാ നിൽക്കുന്നെ. സത്യം പറയടി, നീ അല്ലടി ആ പത്മയെ കൊല്ലിച്ചത്? പത്മയെ ഞാൻ കൊല്ലിച്ചെന്നോ? ഇത് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്പടി ഭയങ്കരി. അപ്പൊ നീ തന്നെയാണല്ലേ ആ പെണ്ണിനെ കൊല്ലാൻ ആളെ വിട്ടത്? അയ്യോ, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാ. നിങ്ങൾ എന്താ അമ്മ ഈ പറയുന്നേ? പക്ഷെ നീ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്തോന്ന്? എടി, നീ അല്ലേ പത്മയെ കൊല്ലിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോ അത് എന്നോട് ആര് പറഞ്ഞു എന്നല്ലേ നീ ആദ്യം ചോദിച്ചത്? അത് പിന്നെ അമ്മായി പെട്ടെന്ന് വിളിച്ചങ്ങനെ ചോദിച്ചപ്പോ ഈ നട്ടാ കുരുക്കാത്ത നോണ ആര് പറഞ്ഞു എന്നാ ഞാൻ ചോദിച്ചത്. എടി മോളെ അനുപമേ, ഉഡായിപ്പിന്റെ ഹോൾസെയിൽ ഉസ്താദാണ് ഈ ഇന്ദിര. എന്നോട് തന്നെ വേണോ? അയ്യോ എന്റെ പൊന്നമ്മായി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. എല്ലാരും കൂടി ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ വയ്ക്കാതെ എനിക്കിതിൽ ഒരു പങ്കുമില്ല. സത്യം. ഉറപ്പാണല്ലോ അല്ലേ? 100% ഉറപ്പ്. എന്നെ വിശ്വസിക്ക്. തൽക്കാലം ഞാൻ വിശ്വസിച്ചു. ദേ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നീ എന്നെ ഒറ്റിക്കൊടുക്കരുത്, കേട്ടല്ലോ? ആ ചക്രത്തിനകത്തിരുന്ന് ഉരുളുന്ന പെണ്ണ് എന്നെ മാത്രം നമ്പിയ ജീവിക്കുന്നത്. അത് മാത്രം വേണം നീ ഓർക്കാൻ. അയ്യോ, ഓർമ്മയുണ്ട്. ഒരു കാലത്തും ഞാൻ നിങ്ങളെ കാണിച്ചു കൊടുക്കുകയും എന്നെ ഒറ്റ കൊടുക്കുകയും ചെയ്യില്ല. എന്താ അത് പോരെ? അത് മതി. ഓർമ്മ വേണം പക്ഷെ. ഓർമ്മ വച്ചോളാം. തൽക്കാലം ഒന്ന് വച്ചിട്ട് പോയേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഐസ് കട്ടയിലാണ് അവളുടെ പെയിന്റ് അടി. എന്നെ വല്ലതും ദ്രോഹിച്ചാലേ പണിപ്പാലും വെള്ളത്തിൽ കൊടുക്കും ഞാൻ. അപ്പോ അഭിലാഷ് പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലേ? അല്ലേ? ഞാൻ അനുപമയോടാ ചോദിക്കുന്നത്. എടി, പത്മയെ കൊല്ലിച്ച് നീയാണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല ഇതിനെ കുറിച്ച്. എങ്കിൽ പിന്നെ നീ ആരൊറ്റില്ലെന്നപ്പോ ഫോണിൽ കൂടെ പറഞ്ഞത്? പറയേ എടി, എല്ലാം കേട്ടുകൊണ്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. നീയായിട്ട് സത്യം പറയുന്നോ അതോ എനിക്ക് എന്റേതായിട്ടുള്ള വഴി തേടേണ്ടി വരുമോ? ഉത്തരം പറയേ.